ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഗീതത്തിലൂടെ ദൈവത്തെ സാക്ഷീകരിക്കുന്ന പാസ്റ്റർ ലാലു ടി.ഡിയുടെ അനുഭവ സാക്ഷ്യവും മനോഹരമായ ഗാനവും നമുക്കിന്ന് ആസ്വദിക്കാം. വളരെ ചെറു പ്രായം മുതൽ, അതായത് എൻ്റെ 20ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞങ്ങളുടെ മർത്തോമ കുടുംബത്തിൽ നിന്നാണ് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിപ്പാനിടയായി തീർന്നത്. ആദ്യം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ സഹോദരി കുടുംബമാണ്. അവരോടൊപ്പം ചില ക്രൂസൈഡുകൾ സഞ്ചരിച്ചു വരുമ്പോൾ എനിക്കും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ളതായ അവസരമുണ്ടായി. അതിനോട് ഉള്ള ബന്ധത്തിൽ വായ്പാട്ടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ 1986 കർത്താവിന് വചനം പഠിക്കുവാനുള്ളതായ അവസരമുണ്ടായി. 88 ഗ്രാജുവേറ്റ് ചെയ്ത് കേരളത്തിലെ പല സംഗീത വിഭാഗങ്ങളിലും അന്നുണ്ടായിരുന്ന ഗോസ്പൽ മെലഡീസ്, സ്പിരിച്വൽ വോയിസ്, ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭക്തവത്സലിന് നേതൃത്വം നൽകുന്ന ദ ഹാർവസ്റ്റ് എന്ന് പറയുന്ന സംഗീത വിഭാഗത്തോടും ഒക്കെ ചേർന്ന് മറ്റ് പ്രാദേശിക സംഗീത ഗ്രൂപ്പുകളുമായി ചേർന്ന് പോകുവാനുള്ളതായ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സഭാ ശുശ്രൂഷയോടൊപ്പം സംഗീത ശുശ്രൂഷയും കർത്താവ് എനിക്ക് നൽകിയ താലന്തിനനുസരിച്ച് ചെയ്തു വരുന്നു. വിവിധയിടങ്ങളിൽ സംഗീതത്തിലൂടെ കർത്താവിനെ സാക്ഷിപ്പാൻ ഇന്ത്യയുടെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർത്താവിനെ സംഗീതത്തിലൂടെ സാക്ഷിപ്പാനുള്ള അവസരം ഇതിനോടകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു സംഗീത കുടുംബമാണ്. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ എൻ്റെ സഹോദരിയാണ് കർത്താവിന് വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജു മാവലിക്കരയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏലിയാമ്മ രാജു. അവരിപ്പോൾ രണ്ടുപേരും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. തിരുവല്ല എരവിപേരൂരിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫിലദൽഫിയ ചർച്ചോടുള്ള ബന്ധത്തിൽ ചില വർഷങ്ങൾ അവരോടൊപ്പം ചേർന്ന് ശുശ്രൂഷിപ്പാനുള്ളതായ അവസരമുണ്ടായി. അങ്ങനെ പോകവെയാണ് 1995 ഡിസംബറിൽ മഹനദാൻ ഫെലോഷിപ്പിൻ്റെ ചില ക്രൂസൈഡുകളെ സംബന്ധിക്കുവാൻ എനിക്ക് ക്ഷണം ലഭിക്കുകയും ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. ആ ക്രൂസൈഡിൽ ഗുജറാത്തിൽ ബദരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ക്രൂസൈഡിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ വന്ന് ഞങ്ങളെ ആക്രമിക്കുകയും അതെൻ്റെ ഉത്തരേന്ത്യയിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചിതറി ഓടുവാനിടയായി തീർന്നു. അന്ന് ഞങ്ങൾക്ക് അനവധിയായ നഷ്ടങ്ങൾ സംഭവിച്ചു. ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം, വാഹനം, ഇവയൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുതലെന്ന പോലെ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ പ്രത്യേകം ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് പെട്ടെന്ന് ഞങ്ങൾ പോയ വഴിക്ക് കടന്നു വരികയും അതിൽ കയറി ഞങ്ങൾ രക്ഷപ്പെട്ട് മറ്റൊരു സിറ്റിയിലേക്ക് വരികയും അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ സഞ്ചരിച്ച് പിറ്റേന്ന് പ്രഭാതമായപ്പോൾ സൂറത്തിൽ എത്തുവാനിടയായി. എന്നാൽ ആ രാത്രിയിലെ ഞങ്ങളുടെ യാത്രയിൽ എൻ്റെ മനസ്സിൻ്റെ ചിന്ത, ഇനിയുള്ള കാലം കർത്താവ് തരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയുടെ മണ്ണിൽ കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ളതായ ആഗ്രഹപ്രകാരമായിരുന്നു അന്ന് രാത്രി മുന്നോട്ട് പോയത്. തുടർന്ന് 1996 മാർച്ച് മാസത്തിൽ ഞാനും കുഞ്ഞുങ്ങളുമായി ഇവിടെ ബോംബെയിലേക്ക് കടന്നു വരികയും മഹനദാൻ ഫെലോഷിപ്പിൻ്റെ ഓഫീസും കേന്ദ്രവും മുംബൈയിലായിരുന്നതുകൊണ്ട് ഇവിടെ വന്ന് അന്നു മുതൽ ഈ സംഘടനയോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അനേക ദൈവമക്കളെ
വിശ്വാസികളെ, ആത്മാക്കളെ നേടുകയും അനേക ഗ്രാമങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാനും സംഗീതത്തിലൂടെയും ഒക്കെ ദൈവം കൃപ ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സാക്ഷിച്ച് എന്നുള്ളതായ പ്രാഗൽഭ്യവും സന്തോഷവും ജീവിതത്തിൽ നൽകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുഃഖകരമായ ഒരനുഭവം 2020 ഓഗസ്റ്റ് 4 കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തിൽ നമ്മുടെ ഭാരതദേശത്തിലും അനേക ജീവിതങ്ങളെ കവർന്ന കൂട്ടത്തിൽ ആ സാഹചര്യത്തിൽ എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് നഷ്ടമാകുവാനിടയായി തീർന്നു. ഇപ്പോൾ അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ഇന്നേക്ക് 1 വർഷം പൂർത്തീകരിക്കപ്പെട്ടു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് 3 മക്കൾ. അവർ 3 പേരും കുടുംബസ്ഥരാണ്. വിവിധയിടങ്ങളിൽ ജോലികളുടെ ബന്ധത്തിലും കർത്താവിൻ്റെ സാക്ഷിയായും നിലകൊള്ളുന്നു. നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളെ, തലമുറകളെ വളർത്തിയെടുക്കുവാനും നല്ല ഭാവി അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാനും ഇടയായി തീർന്നു. മൂത്ത മക്കൾ ട്വിൻസാണ്, ഇരട്ടകളാണ്. അവർക്ക് നല്ലൊരു കുടുംബജീവിതം കർത്താവ് ഒരുക്കി. ഇളയ മകൾ നല്ലൊരു പാട്ടുകാരിയാണ്, അക്സ ലാലു. അവളിപ്പോൾ കുടുംബമായി അയർലൻഡിൽ ജോലികളുടെ ബന്ധത്തിൽ പാർത്തുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൽ. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൽ. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ നാർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം, ദാരിദ്ര്യമെന്നീ ഇവയ്ക്കുണ്ടോ ശക്തി എന്മേൽ. ദുഃഖം, ദാരിദ്ര്യമെന്നീ ഇവയ്ക്കുണ്ടോ ശക്തി എന്മേൽ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ. വേഗം വരുമൻ നാഥൻ
ദേഹം പുതുതാക്കിടാൻ വേഗം വരുമൻ നാഥൻ. ദേഹം പുതുതാക്കിടാൻ യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. ഇനിയും മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കുവാനും അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ന്യൂമാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.